കൊട്ടിയൂർ ഈ പേരിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീത്വമുണ്ട്. അത് കൊട്ടിയൂരിലെ ഓരോ പുൽനാമ്പിലുമുണ്ട്. സൃഷ്ടികാരകനായ ബ്രഹ്മാവും സ്ഥിതികായകനായ ശ്രീ മഹാവിഷ്ണുവും കൈലാസ ഹിമശൈല ശൃംഗവാസിയായ ശ്രീ മഹാദേവനും യാഗപര്യവസാനത്തിൽ ഒത്തുകൂടിയ ഊര്. അതാണ് കൂടിയൂരാവുകയും പിന്നീട് കൊട്ടിയൂർ എന്ന് മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ശ്രീ പരമേശ്വരൻ്റെ ജടയിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധ ഗംഗാ നദി പോലെ വിശുദ്ധമായ ബാവലി എന്ന പുണ്യനദി. ഈ നദിയുടെ തീരത്താണ് കൊട്ടിയൂർ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ യാഗഭൂമി. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന വനപ്രദേശം. ഈ ക്ഷേത്രത്തെ ദക്ഷിണകാശി, വടക്കേശ്വരം, വടക്കുംകാവ് ഇങ്ങനെയും പറയപ്പെടുന്നു. ഇവിടെ ഉത്സവ നാളുകളാണിനി. ബാവലിപ്പുഴയുടെ കിഴക്കേ കരയിൽ അക്കരെ കൊട്ടിയൂരും പടിഞ്ഞാറേ കരയിൽ ഇക്കരെ കൊട്ടിയൂരുമായി 2 ആരാധനാലയങ്ങളാണുള്ളത്. ഇക്കരെ കൊട്ടിയൂരിൽ ഒരു ക്ഷേത്ര സമുച്ചയവും പ്രതിഷ്ഠയും ഉണ്ട്. വൈശാഖോത്സവ കാലം ഒഴിച്ചുള്ള മറ്റെല്ലാ ദിവസവും നിത്യപൂജയും നിവേദ്യവും ഇവിടെ നടക്കുന്നു. വയനാടൻ ചുരങ്ങളിലെ പാലുകാച്ചി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബാവലിപ്പുഴ, തിരുവഞ്ചിറ എന്ന നീർച്ചാൽ മധ്യത്തിൽ 2 കൽത്തറകളുണ്ട് ബാവലിപ്പുഴയിൽ. ദക്ഷശിരസ അർത്ഥ രുധിരം വീണുണ്ടായ ചെറിയായ തിരുവഞ്ചിറയ്ക്ക് ചുമന്ന മണ്ണ് കലങ്ങിയ നിറമാണുള്ളത്. ഒരു കൽത്തറയായ മണിത്തറയിൽ ഒരു ചെറിയ കുഴിയിലെ സ്വയംഭൂവായ ശിവലിംഗവും മറ്റൊരു തറയിൽ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമായി ആരാധിക്കപ്പെടുന്ന അമ്മാറക്കൽ തറയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. അമ്മാറക്കൽ തറയ്ക്ക് സമീപം ഗണപതി, ദക്ഷിണാമൂർത്തി ഈ സങ്കല്പങ്ങളുടെ സ്ഥാനവുമുണ്ട്. പ്രശ്നവശാൽ ഇവിടെ ക്ഷേത്രം പണിയുന്നതിന് ശ്രീകോവിലിന്റെ ഇറവെള്ളം 4 സമുദ്രങ്ങളിൽ വീഴണം എന്ന് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രമില്ല ക്ഷേത്രമായ ഇവിടെ ഉത്സവ സമയത്ത് മാത്രമാണ് ആരാധന. കാട്ടിലെ മുളയും ഞെട്ടിപ്പനയോലയും കൗൾനാരും ഉപയോഗിച്ച മണിത്തറയിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന മേൽക്കൂര. ക്ഷേത്രമില്ല ക്ഷേത്രം. വാതിലുകളില്ലാത്തതിനാൽ നിവേദ്യ സമയത്ത് പ്രതീകാത്മകമായി കിഴക്കു ഭാഗത്ത് വസ്ത്രം നീട്ടിക്കെട്ടിയാണ് ഇത് കിള്ളി എന്നറിയപ്പെടുന്നു. അങ്ങനെയാണ് പൂജ തുടരുന്നത്. ക്ഷേത്രത്തിന് 63 ജന്മസ്ഥാനീകരും ഒരു വ്യക്തി സ്ഥാനീകരും ചേർന്ന് 64 സ്ഥാനീകരുണ്ട്. യാഗോത്സവ നിശ്ചയങ്ങളും ആചാരങ്ങളും പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും മഴയും കാടും പുഴയും എല്ലാം ഒത്തുചേരുന്ന പ്രകൃതിദത്തമായ ആചാരാനുഷ്ഠാനത്തോടെയുള്ള ഒരു മഴയുത്സവമാണ് വൈശാഖോത്സവം. വിശാഖം മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ പിന്നീടുള്ള ദിവസങ്ങൾ ഭൂതഗണങ്ങളുടെ ഉത്സവമാണ് എന്നാണ് സങ്കല്പം. ഐതിഹ്യം പറയാം, കൊട്ടിയൂർ വനത്തിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന കുറിച്യാർ തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടുന്നതിനായി അടുത്ത് കണ്ട ഒരു ശിലയിൽ അമ്പുരച്ചത്രേ. എന്നാൽ ഈ ശിലയിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും അവർ അടുത്തുള്ള പടിഞ്ഞീറ്റ നമ്പൂതിരിയെ വിവരം അറിയിക്കുകയും ചെയ്തു. നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം മണത്തണ അംശത്തിലെ 4 നായർ കുടുംബ നായകന്മാരുടെ നേതൃത്വത്തിൽ രക്തം കണ്ട ശിലയിൽ ജലം, നെയ്യ്, പാല് എന്നിവ അഭിഷേകം ചെയ്തു. എന്നിട്ടും രക്തം നിലയ്ക്കാത്ത സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇളനീർ അഭിഷേകം നടത്തിയപ്പോൾ രക്തപ്രവാഹം നിലയ്ക്കുകയാണ് ഉണ്ടായത്. പ്രശ്നവശാൽ ഈ സ്ഥലം ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്നും ഭഗവാൻ ശിവൻ സ്വയംഭൂവായ ശിലയാണ് എന്നും വെളിപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇവിടെ വൈശാഖോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി മഴയുത്സവമാണ്, ഉത്സവ നാളുകളാണ്. കൊട്ടിയൂരിന് ശ്രീത്വം നിറഞ്ഞ ദിനങ്ങളാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.